ആരാന്നറിയോ? എങ്ങനെ അടിക്കുമെന്നറിയോ? ഇതെന്ത് പറ്റി? വളിച്ചുപോയ പുളിശ്ശേരി പോലുണ്ടല്ലോ മോന്ത. ഇതൊന്നും കച്ചവടം ചെയ്യാൻ പറ്റില്ല. എന്നെ നിനക്ക് കച്ചവടം ചെയ്യാൻ പറ്റില്ല അല്ലേ? ബട്ടൺ എപ്പോഴും ഇട്ടോണ്ടിരിക്കോ? അതിനു വേണ്ടിയല്ലേ ഇത് വെച്ചിരിക്കുന്നത്. ഹലോ, അഞ്ജലി ഒന്നുമല്ല എന്ന് വരുത്തുകയാ എന്റെ ലക്ഷ്യം. അതിനുവേണ്ടി എത്ര ലക്ഷങ്ങൾ നഷ്ടം വന്നാലും ഞാൻ കാര്യമാക്കില്ല രുക്കോമേ. അഞ്ജലിയുടെ അധ്വാനം കൊണ്ടാ എനിക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് കിട്ടിയതെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാനത് വേണ്ടെന്ന് വെക്കും. ഞാൻ ഈ പ്രോജക്റ്റ് വേണ്ടാന്ന് വെക്കുന്നതോടെ അവൾക്ക് മനസ്സിലാവും അവളുടെ ബുദ്ധിയും കഠിനാധ്വാനവും വേണ്ട ഈ സുഹാസിനി ശങ്കറിനെന്ന്. ഇക്കാര്യം ഞാൻ ഫംഗ്ഷനിൽ വെച്ച് അനൗൺസ് ചെയ്യുമ്പോഴേ എല്ലാവരും അറിയാവൂ. ഡ്യൂക്ക് എംപയറിന് അഞ്ജലി ഒരു ആവശ്യമല്ല എന്ന് അവൾക്ക് മനസ്സിലാവണം. അവൾക്ക് മാത്രമല്ല, എല്ലാവർക്കും. ബിസിനസ്സിൽ നമുക്ക് മുകളിലേക്ക് ആരെയും തല ഉയർത്താൻ അനുവദിച്ചുകൂടാ. അനുവദിച്ചാൽ അവര് നമ്മുടെ തലയിൽ ചവിട്ടിക്കയറും. തൽക്കാലം അഞ്ജലി ഉണ്ടാക്കിയ ആ പ്രോജക്റ്റിന്റെ ലോഞ്ചിങ് ആണ് നടക്കുന്നതെന്ന് എല്ലാവരും വിശ്വസിച്ചോട്ടെ. ചടങ്ങിൽ വെച്ച് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഞാനത് ഉപേക്ഷിക്കുന്നതായി പ്രഖ്യാപിക്കും. ഇപ്പൊ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്, കൊള്ളാം. എന്തായാലും ആരും ഇക്കാര്യം അറിയാത്ത നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കേ? അതെ. ഇപ്പൊ രുക്കുമ്പയ്ക്ക് വിശ്വാസമല്ലേ? ഇല്ല, അത് ക്യാൻസൽ ആവാൻ പാടില്ല. അതിനെന്ത് ചെയ്യും? എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ മാഡം. നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ഗസ്റ്റുകൾ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. എല്ലാവരും തിരക്കുള്ള ആളുകളാ. അതുകൊണ്ട് കൃത്യസമയത്ത് ഫംഗ്ഷൻ തുടങ്ങണം. എല്ലാം റെഡിയാണ് മാഡം. അകത്തേക്ക് ഇരിക്കാം. വെയിറ്റ്. ക്ഷണിക്കപ്പെട്ടവർ വരുന്നതിൽ ഒരു പ്രത്യേകതയുമില്ല. ക്ഷണിക്കാതെ വരുന്നവരാണ് താരങ്ങൾ. ഷംന, അഞ്ജലി കമ്പനി ടെർമിനേറ്റ് ചെയ്ത പഴയ സ്റ്റാഫാ. ഈ ഫംഗ്ഷനിൽ അങ്ങനെ ഒരാൾ അറ്റൻഡ് ചെയ്യാൻ പാടില്ല. തിരിച്ചയച്ചേക്ക്. ശരി മാഡം. സർ, എന്താ? അഞ്ജലി ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പാടില്ലെന്നാണ് മാഡം പറഞ്ഞത്. അതുകൊണ്ട് അഞ്ജലി തിരിച്ചു പോകണം. അതെന്താ അഞ്ജലി പങ്കെടുത്താലും? കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ആയ ആരെയും ഹാളിലേക്ക് കടത്തിവിടണ്ടെന്നാണ് മാഡം പറഞ്ഞിട്ടുള്ളത്. അഞ്ജലി ഇവിടെ വന്നിരിക്കുന്നത് ഡ്യൂക്ക് എംപയറിന്റെ എക്സ് എംപ്ലോയി ആയിട്ടല്ല, എന്റെ ഭാര്യയായിട്ടാ. വഴിന്ന് മാറിയിക്കും. സർ, അത് മാഡം മാഡം പറയുന്നത് നിങ്ങൾ അനുസരിച്ചാ മതിയല്ലോ. ഞാൻ എന്റെ വൈഫുമായിട്ടാ വന്നിരിക്കുന്നത്. വർക്കേഴ്സ് ഫാമിലിയെ കൊണ്ടുവരരുന്ന റൂളൊന്നുമില്ലല്ലോ. അതുകൊണ്ട് താനും തടയാൻ ശ്രമിക്കണ്ട. ഷീസ് മൈ വൈഫ്.
blow you away. Yeah. Go. Yeah. കൈയെടുക്ക്. അതേട്ടാ, ഒരു മിനിറ്റ്. ആ, ഒരു മിനിറ്റ്. എന്താ അഞ്ജലി? ആന്റി കമ്പനിയുടെ പുതിയ പ്രോഡക്റ്റ് പുറത്തു വിടരുതെന്ന് തീരുമാനിച്ചിരിക്കുവോ? അതെന്തിനാ? എന്റെ വർക്കിനെ അവോയ്ഡ് ചെയ്യാനുള്ള ശ്രമം അത്. അതില് എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ആന്റി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിലൂടെ കമ്പനിക്കുണ്ടാവുന്ന നഷ്ടം, പേരുദോഷം, അതൊന്നും ആന്റി ഇപ്പൊ ചിന്തിക്കുന്നില്ല. പുതിയ പ്രോഡക്റ്റ് ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടി കൂടിയാ ആന്റി ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നോടുള്ള വാശിക്ക് അത് ഉപേക്ഷിച്ച നമ്മുടെ എല്ലാ കഠിനാധ്വാനവും നഷ്ടമാവും. മാത്രമല്ല, ഒത്തിരി പേർക്ക് തൊഴിൽ കിട്ടാനുള്ള അവസരവും ഇല്ലാതാവും. ഇപ്പൊ വേദിയിൽ വെച്ച് അക്കാര്യം ആന്റി അനൗൺസ് ചെയ്യും. അതെങ്ങനെയെങ്കിലും തടയണം. അത് പറയാൻ വേണ്ടി മാത്രമാ ഞാൻ അഭിയുടെ കൂടെ ഇങ്ങോട്ട് വന്നത്. അഭിക്ക് പോലും ഒന്നും അറിയില്ല. എനിക്കൊന്നും വേണ്ടിയിട്ടല്ല. ഒരു ഈഗോയുടെ പേരിൽ കമ്പനിക്ക് കോടികൾ ബെനിഫിറ്റ് ഉണ്ടാക്കാവുന്ന ആ പ്രോജക്റ്റ് ഉപേക്ഷിക്കരുതെന്ന് ആന്റിയോടൊന്ന് പറയണം. അമ്മ അങ്ങനെ ഒരു തീരുമാനം എടുക്കോ? എടുത്തു കഴിഞ്ഞു ആദ്യേട്ടാ. അക്കാര്യം ആന്റിക്കും രുക്കു മാത്രമേ അറിയൂ. എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. അമ്മ എന്തിനുള്ള പുറപ്പാടാ? വിശ്വസിക്കണം. അല്ല, അഞ്ജലിക്ക് ഇത് എങ്ങനെ മനസ്സിലായി? ആരാ അഞ്ജലിയോട് ഇത് പറഞ്ഞത്? ആരും പറഞ്ഞതല്ല. പിന്നെ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ആന്റി സ്റ്റേജിലേക്ക് കയറും മുമ്പ് ആ ശ്രമം തടയാൻ എന്താ വഴിയും നോക്കണം. അധികം ആലോചിച്ച് നിൽക്കണ്ട. നമ്മുടെ കമ്പനിക്കൊരു നഷ്ടം വരാതിരിക്കാനാ ഞാൻ ഈ പറയുന്നത്. അമ്മയ്ക്ക് അങ്ങനെ ഒരു രഹസ്യ നീക്കം ഉണ്ടെങ്കിൽ ഞാനത് ഒരിക്കലും അനുവദിക്കില്ല. എന്താ നിങ്ങൾ തമ്മിൽ ഒരു രഹസ്യ സംസാരം? ഏയ്, ഒന്നുമില്ല. ഒന്നുമില്ല അങ്കിൾ. വേറെ എന്തോ അന്തർനാടകം നടക്കുന്നുണ്ടല്ലോ. മാഡം, എല്ലാം റെഡിയാണ്. എങ്കിൽ തുടങ്ങാം. വെൽക്കം സ്പീച്ച് ഷംനാദല്ലേ ചെയ്യുന്നത്? അതെ മാഡം. ഓ, അമ്മേ, ആ? ഒരു മിനിറ്റ് ഒന്നീ വന്നേ. എന്താ? ഒരു കാര്യം ചോദിക്കാനാ. ഫംഗ്ഷൻ തുടങ്ങാൻ പോവാ. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. അമ്മേ, ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുന്നേ പറയേണ്ട കാര്യമാ. എന്ത് കാര്യം? ഒരു സീരിയസ് മാറ്റർ അല്ലെങ്കിൽ ഞാൻ അമ്മയെ നിർബന്ധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒന്നിങ്ങി വന്നേ. അമ്മ എന്തുകൊണ്ടാ ഈ പ്രോജക്റ്റ് ഉപേക്ഷിക്കാനുള്ള തീരുമാനം എടുത്തത്? അമ്മ രഹസ്യമായിട്ട് എടുത്ത ഈ തീരുമാനം ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നാവും അമ്മ ചിന്തിക്കുന്നത്. അതെങ്ങനെയെങ്കിലും ആവട്ടെ, ആ പ്രോജക്റ്റ് ഉപേക്ഷിക്കുന്നതായിട്ട് അമ്മ ഈ ഫംഗ്ഷനിൽ അനൗൺസ് ചെയ്ത പിന്നെ ഞാൻ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിൽ എന്തർത്ഥമുള്ളത്? കമ്പനിക്ക് ഇത്രയും നഷ്ടവും പേരുദോഷവും വരുത്തിക്കൊണ്ട് അമ്മയുടെ ഈഗോ വിജയിക്കാനുള്ള ഈ തീരുമാനത്തോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. ഇങ്ങനൊരു പ്രോജക്റ്റിന് പിന്നിൽ പ്രവർത്തിച്ച സ്റ്റാഫിനെയും എസ്പെഷ്യലി അഞ്ജലി കോർഡിനേറ്റ് ചെയ്ത ടെക്നിക്കൽ വിങ്ങിനെ ഈ വേദിയിൽ വെച്ച് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടത്. ഞാൻ അഞ്ജലിയെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യണം എന്നാണോ നീ പറയുന്നത്? ഒരിക്കലുമല്ല. അഞ്ജലി അത് ആഗ്രഹിക്കുന്നുമില്ല. നിലവിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇനിയിപ്പോ അതിന് അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും ചെയ്യണ്ട. പക്ഷേ ഈ പ്രൊജക്ട് ക്ലോസ് ചെയ്യാനുള്ള തീരുമാനം അമ്മ ഉപേക്ഷിക്കണം. പറ്റില്ല. നീ എന്തു പറഞ്ഞാലും എന്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്മാറില്ല. കമ്പനി പറഞ്ഞുവിട്ട ഒരാളുടെ ബുദ്ധിയും അധ്വാനവും കമ്പനിക്ക് വേണ്ട. എന്തിനാ അമ്മേ ഈ പിടിവാശി? അഞ്ജലിയും കാവ്യ പോലെ അമ്മയുടെ മരുമകളാണെന്ന് അമ്മ മറക്കരുത്. ഞാൻ അവളെ എന്റെ മരുമകളായി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല, ഇനിയൊട്ട് അംഗീകരിക്കുകയില്ല. ഇക്കാര്യങ്ങൾ സംസാരിക്കാനുള്ള സമയമല്ലത്. എന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടാവുമെന്ന് നീ പ്രതീക്ഷിക്കേ വേണ്ട. അങ്ങനെയാണെങ്കിൽ എനിക്കും ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും.
അമ്മ അമ്മയുടെ തീരുമാനത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഇനി നമ്മുടെ കമ്പനിയിലും വീട്ടിലും ഉണ്ടാവില്ല. അതാ എന്റെ തീരുമാനം. എന്നെയും വേണ്ടെന്നാണ് അമ്മയുടെ തീരുമാനമെങ്കിൽ അമ്മയുടെ തീരുമാനം ഈ ഫംഗ്ഷനിൽ വെച്ച് അനൗൺസ് ചെയ്യാം. Ladies and gentlemen, let's proudly welcome our chairperson of the Duke Empire Company, Mrs. Suhasini Shankar, to the stage. Madam, please. ഡിയർ ഫ്രണ്ട്സ്, രണ്ടുദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തത്. രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ അനൗൺസ് ചെയ്യാൻ ആഗ്രഹിക്കുക. അതിനു മുൻപ് ഫസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു ഹാർട്ട്ലി അപ്രീഷിയേറ്റ് യു ഓൾ, എസ്പെഷ്യലി ദ ടെക്നിക്കൽ വിങ് ഫോർ ദെയർ അമേസിംഗ് വിക്ടറി ഓൺ ദ ന്യൂ പ്രോഡക്റ്റ്. കമ്പനിയുടെ പുതിയ പ്രോഡക്റ്റ് ഏറ്റവും അടുത്തു തന്നെ വളരെ അഭിമാനപൂർവ്വം മാർക്കറ്റിൽ എത്തിക്കാൻ കഴിയുമെന്ന സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. സ്റ്റേജിൽ കയറിയപ്പോ ഇവളെന്താ തീരുമാനം മാറ്റിയത്? നെക്സ്റ്റ്, ഇതൊരു സക്സസ് പാർട്ടി മാത്രമല്ല, ഡ്യൂക്ക് എംപയറിന്റെ തലപ്പത്തേക്ക് മറ്റൊരാളെ വെൽക്കം ചെയ്യുക കൂടിയാണ്. അത് മറ്റാരുമല്ല, എൻ്റെ ഒരേ ഒരു മരുമകൾ കാവ്യ ആദർശ്. ഷീ ഈസ് ഗോയിങ് ടു റീപ്ലേസ് മൈ പൊസിഷൻ. കാവ്യ, കം. ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഐ എം ടു ഹാപ്പി. ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് വുമണിനെ ആ മയമ്മയായിട്ട് കിട്ടാനായിട്ട് ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിച്ചേക്കാം. ഒരു പക്ഷേ എൻ്റെ സ്ഥാനത്ത് ഇവരുടെ മരുമകളായി എത്തുന്നത് ആരായാലും എനിക്ക് കിട്ടേണ്ട ഈ പൊസിഷൻ കിട്ടും. അതിനുള്ള സ്കില്ലുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അത് കണ്ടെത്താൻ എൻ്റെ അമ്മായിയമ്മയ്ക്ക് പെട്ടെന്ന് കഴിയും. മരുമകളായിട്ടല്ല, മകളായിട്ടാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഒരു വാക്ക് എനിക്ക് തരാൻ പറ്റും. ഡ്യൂക്ക് എംപയറിന്റെ പേരിന് ഒരു കോട്ടവും പറ്റാതെ ആ പേര് നിലനിർത്താൻ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ വിശ്വസിച്ച് എന്നെ ഇത്രയും വലിയ പോസ്റ്റിലിരുത്തിയ ദ ഓണറബിൾ എംഡിയോട്, എൻ്റെ അമ്മായിയമ്മയോട് എനിക്കുള്ള നന്ദി ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. എല്ലാത്തിനും വേണ്ടി കഷ്ടപ്പെട്ട അഞ്ജലിയെക്കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ തീരുമാനം മാറ്റിയതെന്നല്ലേ രുക്കോമ്മയ്ക്ക് ചോദിക്കാനുള്ളത്? അഞ്ജലി ഉണ്ടാക്കിയ പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്യുന്നു എന്ന് നീ സ്റ്റേജിൽ നിന്ന് പറയുന്നത് കേൾക്കാനുള്ള ആവേശത്തിലായിരുന്നു ഞാൻ. പക്ഷെ നീ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അനുമോദിച്ചപ്പോ അതിന്റെ എല്ലാ ക്രെഡിറ്റും അഞ്ജലിക്കല്ലേ കിട്ടുക? അത് അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്കങ്ങനെ പറയേണ്ടി വന്നു.
എന്താ അതിന് കാരണമെന്നാ ഞാൻ ചോദിക്കുന്നേ. നമ്മൾ രഹസ്യമായി എടുത്ത തീരുമാനം ആദർശറിഞ്ഞു. ഞാൻ ആ തീരുമാനം സ്റ്റേജിൽ പറഞ്ഞാൽ കമ്പനിയിലും വീട്ടിലും അവൻ നിൽക്കില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് അങ്ങനെ മാറ്റി പറയേണ്ടി വന്നു. ഞാൻ എന്ത് തീരുമാനം എടുത്താലും ഒപ്പം നിൽക്കുന്നവനാ. അവൻ പറഞ്ഞത് ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ അവൻ എന്നെ വിട്ടു പോവും. എനിക്ക് മനസ്സിലാവാത്തത് അതല്ല, ഞാൻ രുക്കു അമ്മയോട് മാത്രം പറഞ്ഞൊരു കാര്യം ആദർശ് എങ്ങനെ അറിഞ്ഞു? ഞാൻ ആരോടും പറഞ്ഞില്ല. ആ പിന്നെ കുറച്ചു മുമ്പ് അഞ്ജലി ആദർശിനോട് എന്തോ രഹസ്യം പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അവള് തന്നെ ആയിരിക്കും അവനോട് പറഞ്ഞത്. നമ്മുടെ തീരുമാനം അവളെങ്ങനെ അറിഞ്ഞു? എന്റെ റൂമിന് പുറത്തു പോലും ആരുമില്ലെന്ന് ഉറപ്പിച്ച ശേഷമല്ലേ ഞാൻ അക്കാര്യം രുക്കോമ്മയോട് പറഞ്ഞത്? അതെ, നമ്മൾ സംസാരിക്കുമ്പോ ആരും പുറത്തുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ അഞ്ജലി അറിഞ്ഞു? അതൊരു കുഴയ്ക്കുന്ന ചോദ്യമാണല്ലോ. നമ്മൾ എന്തു പറഞ്ഞാലും അത് ലീക്കാവുന്നത് എങ്ങനെയാ? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല സുഹാസിനി. നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? രുക്കോമ്മയ്ക്ക് മാത്രം അറിയാവുന്ന കാര്യം അവൾ എങ്ങനെ അറിഞ്ഞു എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഞാനും അത് തന്നെയാ ചിന്തിക്കുന്നത്. നീ എന്നോട് പറഞ്ഞ ഒരു രഹസ്യവും എന്റെ കഴുത്തറുത്താ പോലും ഞാൻ പറയില്ലെന്ന് നിനക്കറിയാലോ. അതെനിക്കറിയാം. പക്ഷേ ആരോ എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് കണ്ടുപിടിക്കണം. സുഹാസിനി അങ്ങോട്ട് നോക്കി. വാ. താങ്ക്സ്. എന്തിന്? കമ്പനിയുടെ പുതിയ പ്രൊജക്ടിന് പിന്നിൽ പ്രവർത്തിച്ചവരെ അഭിനന്ദിച്ചതിന്. നീ കൂടി അധ്വാനിച്ച പ്രോജക്റ്റ് സുഹാസിനി വേണ്ടെന്ന് വെക്കുമെന്ന് നീ വിചാരിച്ചു? നിനക്ക് എന്തൊക്കെയോ അറിയാവുന്ന രീതിയിലാണല്ലോ നിന്റെ പെരുമാറ്റം. സുഹാസിനിയുടെ തീരുമാനം നീ അങ്ങനെ അറിഞ്ഞു? രുക്കോമേ, നീ അധികം സന്തോഷിക്കണ്ട. നിന്റെ ബ്രെയിൻ വർക്ക് ചെയ്ത പ്രോജക്റ്റ് റിലീസ് ചെയ്യണമെന്ന് ഞാൻ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. നെക്സ്റ്റ് വീക്കിലെ ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗിലെ അതിന്റെ മേലൊരു ഫൈനൽ ഡിസിഷൻ ഉണ്ടാവും. ഈ പ്രോജക്റ്റ് ക്ലോസ് ചെയ്യുന്നതോടെ ഉണ്ടാവുന്ന ലോസ് ഞാൻ അങ്ങ് സഹിക്കും. എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? വെറുതെ കമ്പനിക്ക് നഷ്ടങ്ങൾ വരുത്തി വെക്കണം. കമ്പനിക്കുണ്ടാവുന്ന ലാഭനഷ്ടം നീ നോക്കണ്ട. ഡ്യൂക്ക് എംപയറിൽ ആരുടെയൊക്കെ പ്രോജക്റ്റ് വേണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. അതെല്ലാം ശരിയാണ്. ഞാൻ ഇപ്പൊ പറയുന്നതും കമ്പനിയുടെ നല്ലതിന് വേണ്ടിയിട്ടാ. അല്ലാതെ എനിക്കതിൽ മറ്റൊരു താല്പര്യമില്ല. ഓഫീസിൽ ജോലി ചെയ്തില്ലെങ്കിലും ബിസിനസ് മാനേജ്മെന്റിൽ എനിക്കറിയാവുന്ന കാര്യങ്ങള് പറഞ്ഞൂടെ? നിന്റെ അഡ്വൈസ് കമ്പനിക്ക് വേണ്ട. നിന്നേക്കാൾ ബ്രില്യൻ്റ് ആയ MBA-ക്കാരെ എനിക്ക് വിളിച്ചാ കിട്ടും. ഞാനെന്തായാലും നീ ഉണ്ടാക്കിയ പ്രോജക്റ്റ് ക്ലോസ് ചെയ്തിരിക്കും. നീ എന്താ നമ്മൾ സംസാരിച്ചത് അവൾ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കാതിരുന്നത്? ചോദിച്ചാലും അവൾ പറയില്ല. അവൾ എങ്ങനെ അറിഞ്ഞു എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഹെഡ്സെറ്റിലൂടെ എനിക്ക് എങ്ങനെയാ അവർ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റിയത്? എനിക്കതിലൂടെ കേൾക്കണമെങ്കിൽ അവരുടെ മുറിയിൽ അവരറിയാതെ ആരോ ഓഡിയോ ബഗ് വെച്ച് കാണും. അതാരായിരിക്കും അവരുടെ മുറിയിൽ വെച്ചിട്ടുണ്ടാവുക? ഇതാരുടേതായിരിക്കും?
ഇനി ആരെങ്കിലും മനഃപൂർവ്വം എനിക്ക് കിട്ടാൻ വേണ്ടി വെച്ചതായിരിക്കുമോ? അവിടെ കണ്ടപ്പോ ഞാനിത് എടുക്കുകയും ചെയ്തു. എന്തായാലും വേണ്ടില്ല, ഇതിപ്പോ എനിക്ക് ഉപകാരപ്പെട്ടു. ഇതില്ലായിരുന്നെങ്കിൽ അവരുടെ തീരുമാനം ഞാൻ അറിയില്ലായിരുന്നു. അറിഞ്ഞതുകൊണ്ട് ആന്റിയുടെ നീക്കം എനിക്ക് തടയാൻ പറ്റി. താങ്ക് യു. ഒടുക്കം നീ എനിക്കൊരു പ്രശ്നമാവോ? ആദ്യം ഇത് ആരുടേതാണെന്ന് കണ്ടുപിടിക്കണം, എന്നിട്ട് എന്തും തീരുമാനിക്കാം. നല്ല കലിപ്പിലാണെന്ന് തോന്നുന്നു. എന്താ പല്ലി ചലിക്കുന്ന ഒരു മാതിരി? എന്താ? ഓ, ഒന്നുമില്ലേ. എന്താ പല്ലിയുടെ കാര്യം പറഞ്ഞത്? പല്ലിയുടെ കാര്യമല്ല, പള്ളിയുടെ കാര്യമാ പറഞ്ഞത്. സ്വഭാവം മോശമാവുന്നുണ്ട് കേട്ടോ. ആ, ചന്ദനം ചാരിയാ ചന്ദനം മണക്കും, അല്ലാതെ ചോണവൻ ചാരിയാ ചന്ദനം മണക്കൂല്ലോ. ഇത് ചന്ദനത്തടിയാ? അതെ, നീ അങ്ങനെ കൗണ്ടർ അടിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്കണ്ട. നീ ഞാൻ വിചാരിച്ചതുപോലെ ഒന്നുമല്ല. എത്രത്തോളം മോശം സ്വഭാവം കാണിക്കാമോ അതാ നീ ഇപ്പൊ കാണിക്കുന്നത്. അഞ്ജലി നിന്റെ ഉറ്റ കൂട്ടുകാരിയായിരുന്നില്ലേ? എത്ര പിണക്കമോ പരിഭവമോ ഉണ്ടെങ്കിലും അതൊന്നും പബ്ലിക് പ്ലേസിൽ കാണിക്കാൻ പാടില്ല. അഞ്ജലിയുടെ ഹാർഡ് വർക്ക് കൊണ്ടാണ് ഇങ്ങനൊരു പ്രോജക്റ്റ് ഉണ്ടായെന്ന് നിനക്കറിയാമായിരുന്നിട്ടും സ്റ്റേജിൽ കയറി നിന്നപ്പോ നീ അവളെ കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അതിലും വലിയൊരു അവഗണന ഇനി നീ അവളോട് കാണിക്കാനില്ല.